ഖീല യാ റസൂലല്ലാഹ്, സഹാബി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ ചോദിച്ചു, ഷിർക്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ കിബർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കിപ്പോൾ കിബർ എന്താണെന്നൊക്കെ ജീവിതത്തിൽ കുറേ പ്രാവശ്യം പല ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് വലിയ സംശയമൊന്നും ഉണ്ടാവില്ല. ഹദീസിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് വായിച്ചിട്ടുണ്ട്. പക്ഷേ കിബർ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ശരിക്കും വലുപ്പം എന്നാണല്ലോ അർത്ഥം. അപ്പോൾ നബി സ്വല്ലല്ലാഹു കാലത്ത് അവർക്ക് ദീന് പുതിയതാണ് അല്ലേ, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അവർ കേട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കിബർ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്, വലുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിബർ എന്ന് പറഞ്ഞാൽ, സഹാബി ചോദിക്കുകയാണ്, കിബർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ചെരുപ്പ് വാങ്ങുക എന്നുള്ളതാണോ കിബർ? അപ്പോൾ അവർക്കറിയുന്ന വലുപ്പത്തരം അന്ന് സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങൾ അതൊക്കെയാണ്. ചെരുപ്പില്ലാത്തവരായിരിക്കും കൂടുതൽ. ഒരു ചെരുപ്പുണ്ടാവുക എന്നുള്ളതാണോ കിബർ? നബി സല്ലല്ലാഹു പറഞ്ഞു അല്ല. ഇപ്പോൾ ചോദിച്ചു, ഒരു ഹുല്ലത്ത് ഉണ്ടാവുക എന്നുള്ള, ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിന് പുറമെ അതിന് മുകളിൽ, ഇപ്പോൾ നമ്മൾ കോട്ട് എന്നൊക്കെ പറയുന്ന പോലെ, സൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ ബേസിക്കായിട്ടുള്ള വസ്ത്രത്തിന് പുറമെ ഒരു ഭംഗിക്ക് വേണ്ടി ഇടുന്ന ഡ്രസ്സാണ് ഹുല്ലത്ത്. അതാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതും അല്ല. ഇപ്പോൾ ചോദിച്ചു, സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടാവുക എന്നുള്ളതാണോ കിബർ എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു പറഞ്ഞു അല്ല. സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളതാണോ? അതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഫമൽ കിബർ യാ റസൂലല്ലാഹ്, അപ്പോൾ എന്താണ് കിബർ എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, സഫഹുൽ ഹഖി വഗംസുന്നാസ്. സഫഹുൽ ഹഖ്, ഹക്കിനെ വിഡ്ഢിത്തമായി കാണുക. ഒരാളൊരു ഹക്ക് പറഞ്ഞു തരുമ്പോൾ ഇതെന്ത് മണ്ടത്തരമാണ് എന്ന് തിരിച്ച് പറയുക. വഗംസുന്നാസ്, വേറെ ഹദീസിൽ വഗംതുന്നാസ്, ജനങ്ങളെ പുച്ഛിക്കുക. അവനാരാണ്, എന്നോട് സംസാരിക്കാൻ അവരാരാണ്, എൻ്റെ മുന്നിൽ അവനെന്ത് സ്ഥാനം, എന്നോട് മത്സരിക്കാൻ അവനാരാണ്, ഇങ്ങനെയുള്ള കിബർ, ഗംതുന്നാസ്, ഇത് രണ്ടുമാണ് കിബർ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഷിർക്കിനോട് ഉപമിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഷിർക്കിൻ്റെ കൂടെയാണ് കിബറിനെ കുറിച്ച് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്.